In the triangle shown, what is the perpendicular distance from the top vertex to the bottom side? And what is the area of the triangle? ഇവിടെ വരച്ചിരിക്കുന്ന ത്രികോണത്തിലെ മുകളിലെ മൂലയിൽ നിന്നും താഴത്തെ വശത്തേക്കുള്ള ലംബ ദൂരം എത്രയാണ്? അതേപോലെ ത്രികോണത്തിന്റെ പരപ്പളവ് എത്രയെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതിന്റെ രണ്ട് സൈഡുകൾ എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്. ഒരു ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. ഞാനിതില് വേറൊരു ഹൈറ്റ് വരച്ചു. നമുക്ക് കാണേണ്ടത് മുകളിലെ വെർട്ടെക്സിൽ നിന്നും താഴേക്കുള്ള ലംബ ദൂരം അഥവാ ADയുടെ നീളം എത്രയെന്ന് കാണണം. അതേപോലെ തന്നെ ഏരിയ അഥവാ പരപ്പളവും കാണണം. പരപ്പളവ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് BCയുടെ നീളവും വേണം. അപ്പൊ ഞാനിവിടെ വരച്ചപ്പോ കുറച്ച് ആംഗിളുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ ഈ വരക്കുന്ന ഈ ലൈൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ അവിടെ 90 വരും. പിന്നെ 30 എങ്ങനെ കിട്ടി വെച്ച് കഴിഞ്ഞാൽ 120 ആണല്ലോ. 120ന്റെ ബൈസെക്ടർ വരച്ചപ്പോ ഇവിടെ 60, ഇവിടെ 90. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്താവും? 30. നമുക്കറിയാം 30, 60, 90 വന്നു കഴിഞ്ഞാൽ 30, 60. അതേപോലെ തന്നെ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ബേസ് എന്ത് ചെയ്യും? ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അഥവാ BDയുടെയും DCയുടെയും നീളം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി 30, 60, 90 വന്നു കഴിഞ്ഞാൽ റേഷ്യോ നമുക്കറിയാം 1:√3:2 ആണ്. എത്രയാണ്? 1:√3:2 ആണ്. അഥവാ 30ന് ഓപ്പോസിറ്റ് 1 വരും. 30ന് ഓപ്പോസിറ്റ് 1, 60ന് ഓപ്പോസിറ്റ് √3, 90ക്ക് ഓപ്പോസിറ്റ് 2. അപ്പൊ ഇവിടെ നോക്കുമ്പോ 2ന്റെ സ്ഥാനത്തെ വാല്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ളത് 4 സെന്റിമീറ്റർ. ഓക്കെ, 2ന്റെ സ്ഥാനത്തെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 4 സെന്റിമീറ്റർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2ന് 4 ആണെന്നുണ്ടെങ്കിൽ 1ന് എന്തായിരിക്കും? അതിന്റെ പകുതി 2 വരും. ഓക്കെ, 2ന് 4 ആണെന്നുണ്ടെങ്കിൽ 1ന് എന്ത് വരും? 2 വരും. ഇനി 1ന് 2 ആണെങ്കിൽ 1 കാണാൻ ഹരിക്കണം, 1 കിട്ടിയാൽ ഗുണിക്കണം. അപ്പൊ 1 കാണാൻ നമ്മൾ ഹരിച്ചു, 4/2 2 കിട്ടി. ഇനി 1 കിട്ടി, അപ്പൊ ഇനി എന്ത് ചെയ്യണം? ഗുണിക്കണം. അപ്പൊ √3യുടെ സ്ഥാനത്ത് എന്തായിരിക്കും? 2√3. ഓക്കെ, √3യുടെ സ്ഥാനത്ത് എന്തായിരിക്കും? 2√3. √3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60ന് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ BDയുടെ നീളം കിട്ടി എത്രയാ? 2√3. 60 എവിടെ വരിക? √3 എവിടെ വരിക? 60ന് ഓപ്പോസിറ്റ്. അപ്പൊ 60ന് ഓപ്പോസിറ്റ് 2√3 ആണ്. 1 എവിടെ വരിക? 30ന് ഓപ്പോസിറ്റ്. 30ന് ഓപ്പോസിറ്റ് 2 ആണ്. അപ്പോ BC നമുക്ക് ഇവിടെ കാണാൻ. ഇനി BD, അതായത് 60ന് ഓപ്പോസിറ്റ് ഉള്ള BD എന്ന് പറയുന്നത് 2√3 എന്ന് കിട്ടി. അപ്പൊ എങ്ങനെ വരും? 2√3 + 2√3 4√3. ഓക്കെ, അപ്പൊ BC കിട്ടിയ എത്രയാ? 4√3. ഹൈറ്റ് കിട്ടിയ എത്രയാ? 2. അതായത് 30ന് ഓപ്പോസിറ്റ്. 30ന് ഓപ്പോസിറ്റ് ആണല്ലോ ഹൈറ്റ് വരുന്നത്. അത് 2 ആണ്. അതായത് റേഷ്യോ 1 വരും. 30ന് ഓപ്പോസിറ്റ് 2 ആണ് അല്ലെ? 30ന് ഓപ്പോസിറ്റ് അഥവാ 1 ആണ്. 1ന്റെ സ്ഥാനത്ത് 2 ആണ്. അപ്പൊ ഹൈറ്റ് 2 ആണ്. ബേസ് 4√3 ആണ്. ഇനി ഏരിയ കാണാലോ. ഏരിയ കാണാൻ ഇക്വേഷൻ എന്താണ്? ഹാഫ് BH. ഹാഫ് BH. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BC, അത് 4√3 ആണ്. അതേപോലെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AD, അത് 2 ആണ്. അതിൽ നിന്ന് 2 എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. അതായത് ന്യൂമറേറ്ററിന് 2ഉം ഡിനോമിനേറ്ററിന് 2ഉം എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. അപ്പൊ ഏരിയ എന്തായിരിക്കും? ബാക്കി വരുന്നത് 4√3. ഓക്കെ, അപ്പൊ ഏരിയ എന്ത് വരും? 4√3 സെന്റിമീറ്റർ സ്ക്വയർ. ആദ്യം നമ്മളുടെ ഹൈറ്റ് കാണാൻ പറഞ്ഞു. ഹൈറ്റ് നമുക്ക് 30ന് ഓപ്പോസിറ്റ് റേഷ്യോ 1 ആണ് വരിക. അപ്പൊ അതിന്റെ സ്ഥാനത്ത് 2 വരും. അപ്പൊ ഹൈറ്റ് 2 കിട്ടും. 60ന് ഓപ്പോസിറ്റ് റേഷ്യോ √3 വരും. അപ്പൊ അവിടുത്തെ നമ്പർ 2√3 എന്ന് കിട്ടും. അപ്പൊ ബേസ് BC 4√3 എന്ന് കിട്ടും. ഹൈറ്റ് 2 സെന്റിമീറ്റർ. ദെൻ ഏരിയ കാണാം ഹാഫ് BH. ഓക്കെ.